ഹലോ, ഞാനില്ലേ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങി റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്ക് രാജുവേട്ടൻ വന്നപ്പോൾ ആ ഒരു ഫ്ലോ പോയി. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നിൽ തുടങ്ങി എപ്പോഴും എനിക്ക് വരുന്ന ആൾക്കാർ കമൻസ് വരാറുണ്ട്, ഒന്നിൽ തുടങ്ങി എവിടെയോ അങ്ങനെ ഞാൻ പോയി. പക്ഷേ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് രാജുമോൻ വന്നത്. അപ്പോൾ രാജുവേട്ടൻ വന്നപ്പോൾ ആ ഫ്ലോ അങ്ങോട്ട് പോയപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡാൻസിനൊക്കെ പോയി വന്നിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് കാണിച്ചു തരാം. ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഒരു മൂഡ് വന്നപ്പോൾ ഞാൻ പറന്നു വന്നതാണ് കേട്ടോ. ഡ്രസ്സൊന്നും മാറ്റിയില്ലേ, മേലൊന്നും കഴുകിയില്ലേ, പാഞ്ഞു വന്ന് റിംഗ് ലൈറ്റിന് മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊരു സൂക്കടുണ്ട്. എന്താണ് സൂക്കട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൊസ്റ്റാൾജിയ പറഞ്ഞു തരുന്നൊരു അതിങ്ങനെ പറയുന്നൊരു സൂക്കട് എനിക്കുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുക, അത് അയവിറക്കുക, അതിൻ്റെ പെയിൻ ഫീൽ ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് എനിക്ക് മാത്രമുള്ള തകരാറല്ല, അത് ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു തകരാറാണ്. അപ്പം ഞങ്ങളെ കസിൻസും എല്ലാവരും ഈ ഒരു സ്റ്റൈൽ ആൾക്കാരാട്ടോ. എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അമ്മമ്മ ഇതേപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചിരുന്ന സമയത്ത് എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ ഒരു പണ്ടത്തെ 20 രൂപ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ അമ്മച്ചൻ, ഞാൻ അമ്മച്ചൻ എന്നല്ല വിളിക്കുക, ഞങ്ങൾ വല്യച്ഛൻ എന്നാണ് വിളിക്കുക. പൊതുവേ കോഴിക്കോട്ടുകാർ അമ്മച്ചൻ, അമ്മേൻ്റെ അച്ഛൻ അമ്മച്ചൻ, അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ, അങ്ങനെയാണ് ഇവിടെ. മുത്തശ്ശൻ അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കോഴിക്കോട്ടിൽ അമ്മച്ചനാണ്. പക്ഷേ ഞങ്ങൾ ആരൊക്കെയോ വിളിക്കുന്നത് കേട്ടിട്ടാണോ അറിയില്ല, ഞങ്ങളെ അമ്മച്ചനെ വല്യച്ഛനാണ് കേട്ടോ വിളിച്ചിരുന്നത്. അപ്പം വലിയച്ഛൻ മാഷായിരുന്നു, ചേവായൂർ സ്കൂളിൽ മാഷായിരുന്നു. അപ്പോൾ അന്ന് കിട്ടിയ ഫസ്റ്റ് ശമ്പളം ഒന്നും ആവില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അന്ന് കിട്ടിയ ഒരു ശമ്പളത്തിൽ നിന്നുള്ള ഒരു 20 രൂപ മുത്തശ്ശി അല്ല അമ്മമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ഞാനത് ഒരു പ്രാവശ്യം എന്തോന്ന് അമ്മമ്മേൻ്റെ ആ ഒരു പെട്ടി അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട. അമ്മമ്മേൻ്റെ ആ പെട്ടി സുന്ദരി സുസ്മിത പെട്ടിയുണ്ട് ഞങ്ങളെ പന്തിരങ്കാവ്. ഞാൻ മറന്നു പോയതാട്ടോ, എന്തായാലും ഞാൻ കാണിച്ചിടും. അതിൻ്റെ ഉള്ളിലൊക്കെ അത് കാണാൻ എനിക്കിഷ്ടം. അതിങ്ങനെ തുറക്കുന്നൊരു പെട്ടി. ആ പെട്ടീൻ്റെ ഉള്ളിൽ ഒറ്റപ്ലാവ് കൊണ്ട് തീർത്ത ഒരു വലിയൊരു മരത്തിൻ്റെ പെട്ടിയാണ്. പെട്ടി എന്നാണോ നിങ്ങൾ പറയുക, എനിക്കറിയില്ല, ഞാൻ ഇവിടെ പെട്ടി എന്നാണ് പറയുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു അറകളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ അമ്മമ്മ അതിൻ്റെ താക്കോലിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഭഗവാനെ, എന്തായാലും ഞാൻ പന്തിരങ്കാവിൽ പോയി കഴിഞ്ഞ ഈശ്വര മറന്നു പോയതാണ്, ഞാൻ കാണിച്ചു തരും. അതിൻ്റെ താക്കോലൊക്കെ ഒരു സുന്ദരി താക്കോൽ. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. എന്താണ് ഈ പറയുന്നത്, മരത്തിൻ്റെ പെട്ടിയാണ്. അപ്പോൾ അന്നത്തെ മരത്തിൻ്റെ ഗുണമാണ്, അതിനൊരു ചെതൽ പോലും വന്നിട്ടില്ല, ഇങ്ങനെ ഉറക്കുത്തിയ വീഴുക പറയില്ല, അതുപോലും വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയത് എവിടെയോ അവസാനിപ്പിക്കാൻ പോകുന്നത് എവിടെയൊക്കെയോ. അപ്പോൾ ഞാൻ ആ പെട്ടി നിങ്ങൾക്ക് കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ അമ്മമ്മ ആ പെട്ടി ഒരു ദിവസം തുടർന്ന് വൃത്തിയാക്കുമ്പോഴാണ് ഈ 20 രൂപ എന്നെ കാണിച്ചിട്ട് പറഞ്ഞാൽ നീ സൂക്ഷിച്ചു വെച്ചോ പറഞ്ഞിട്ട് എനിക്ക് തന്നു. ഞാനത് എൻ്റെ പേഴ്സിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാനതിനെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അമ്മമ്മയ്ക്ക് ആ സൂക്കടുണ്ട്. അമ്മമ്മ അതേപോലെ തന്നെ എൻ്റെ അമ്മച്ചൻ സ്കൂൾ മാഷാന്ന് പറഞ്ഞല്ലോ, സ്കൂൾ മാഷുമാണ്. പിന്നെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്ലസ് അമ്മച്ചൻ, അതായത് വല്യച്ഛൻ ഭയങ്കര ഒരു നാടകകൃത്തായിരുന്നു, അങ്ങനെയാണോ പറയുക. നാടകം സംവിധാനം ചെയ്യും, രചന, അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു കലാകാരനായിരുന്നു. അപ്പോൾ അന്ന് അമ്മച്ചൻ ഒരുപാട് നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ നാടകങ്ങൾ. എന്നിട്ട് ആ സമയത്ത് ഒരു ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇവർ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ നോട്ടീസ് ഇറക്കില്ലേ നമ്മളെ, അന്നത്തെ ഒരു നോട്ടീസുകൾ, പിന്നിലൊക്കെ പരസ്യങ്ങളൊക്കെ ഉള്ള നോട്ടീസുകൾ, അതൊക്കെ ഇറക്കിയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നോട്ടീസുകളൊക്കെ എൻ്റെ അമ്മമ്മ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അമ്മമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാവശ്യം ചിക്കൻ ബോക്സ് ആചരിക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചാലപ്പുറത്തായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ആൽബങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അമ്മ എനിക്ക് ഈ ഒരു കവർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, നീ ഇതൊരു കണ്ടന്റ് ആക്കിക്കൂടെ, ഇത് കാണിച്ചു കൊടുക്കൂ, ഇതൊക്കെ ആൾക്കാർക്ക് ഒരു രസമായിരിക്കും. പണ്ടത്തെ 1971 81 അങ്ങനത്തെ കുറച്ച് മുന്നത്തെ, ഞാൻ ജനിക്കുന്നതിൻ്റെ മുന്നത്തെ കുറേ നോട്ടീസുകൾ കണ്ടപ്പം അതെന്തുകൊണ്ട് നിങ്ങളെയും കൂടെ എനിക്ക് കാണിച്ചു തന്നൂടാ എന്ന് ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കേണ്ടത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു രാജുവിൻ്റെ വീട്ടിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇന്നാണ് അതിനൊരു ധന്യമുഹൂർത്തം വന്നത് കൂട്ടരെ, എൻ്റെ മൈക്കാണിത്, ധന്യമുഹൂർത്തം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറയുകയാണിത് പാരമ്പര്യമായി ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ സൂക്കട്ടുള്ള കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ അത് അമ്മ എടുത്തു വെച്ചു. അമ്മേൻ്റെ കയ്യിലും ഇതേമാതിരി പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി എൻ്റെ അനിയത്തി ഇതേപോലെ തന്നെ ഒരു ഭ്രാന്തുള്ളവളാണ്. ഒരുപാട് പണ്ടത്തെ ഓർമ്മകൾ ഉള്ള ഒരു കളക്ഷൻ അവളടുത്തും ഉണ്ട്. എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ മകനുണ്ട് കുട്ടൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ പന്തിരങ്കാവ് വീഡിയോസിലൊക്കെ ഞാൻ കുട്ടനെ കാണിച്ചു തന്നിട്ടുണ്ട്. അവനും ഇതേ ഭ്രാന്തിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. കുറേ പഴയ ഫോട്ടോസും കത്തുകളൊക്കെ അവൻ്റെ അടുത്തുണ്ട്. സെയിം ഒന്നും കൂടെ വലിയ ഭ്രാന്തത്തെയാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള് ദിവ്യ ചേച്ചിയും സെയിം
വിജയജിൻ്റെ കയ്യിൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഫീലിങ്സ് വരുന്ന ഒരുമാതിരി സുന്ദരി സുന്ദരി പല സാധനങ്ങളുണ്ട് ഉള്ളിടത്തും. പഴയ ഫോട്ടോസും എന്തൊക്കെയോ ഉണ്ട്, കത്തുകൾ. അത് ഞാൻ ഒരു പ്രാവശ്യം ചെറുപ്പയിലാണ് അവർ വീട്. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ദിവിജൻ്റെ വീട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഹോം ടൂർ പോലെ ആരെയും കാണിക്കാതെ ചെയ്യരുതല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് നൊസ്റ്റാൾജിയ സൂക്കടുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ നോട്ടീസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. എൻ്റെ കയ്യിൽ നോട്ടീസ് മാത്രമല്ല കേട്ടോ, വേറൊരു സാധനമുണ്ട്. നിങ്ങൾക്കറിയോ ഈ പ്ലാവില അറിയാലോ, ചക്ക പ്ലാവിൻ്റെ ഇല. ആ പ്ലാവില നമ്മളിങ്ങനെ കുത്തിയിട്ട് പണ്ട് കഞ്ഞി കുടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ ഒരു 80കളിലും 90കളിലും ജനിച്ച ആൾക്കാർക്ക് ഒരു രാത്രിയൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ പ്ലാവില ഇങ്ങനെ ഇറുക്കിൽ വെച്ചിട്ട് കുത്തിയിട്ടൊരു പ്ലാവിലേൻ്റെ സ്പൂൺ ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിക്കുന്ന ഫീലുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കൂട്ടരെ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഞാനൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം. അതൊക്കെ അമ്മേൻ്റെ വീട്ടിൽ പോയാലാണ് ചെയ്യുക. അച്ഛൻ്റെ വീട്ടുകാർ കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാറില്ല. ഒരു പടി കുറച്ചും കൂടെ ഒരു ടൗണിൽ ജീവിക്കുന്നതുകൊണ്ട് മനസ്സിലായല്ലോ. അങ്ങനെ പ്ലാവിലയും അങ്ങനെയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അമ്മേൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഇലയുടെ ഇങ്ങനെ കുമ്പിൾ കുത്തുന്ന സെയിം സ്റ്റീലിൻ്റെ സ്പൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടരെ? ഞാൻ വീണ്ടും മൈക്ക് ഇവിടെ വെച്ചു, ഇയർഫോണിന്. നല്ല സുഖമായിട്ട് സംസാരിക്കും. ഇത് കൈ പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റീലിൻ്റെ സ്പൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് പ്ലാവിലയുടെ സ്റ്റീലിൻ്റെ സ്പൂൺ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇങ്ങനത്തെ ഇത് നമ്മളെ പച്ച പ്ലാവിലേനൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് നമ്മളിങ്ങനെ കഞ്ഞി കുടിക്കുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടത്? കണ്ട ഇതാരെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനത്തെ സാധനം? എൻ്റെ കയ്യിലുണ്ട്. ഇത് അമ്മമ്മ എനിക്ക് സൂക്ഷിക്കാൻ തന്നതാണ്. ഞാൻ ആർക്കും കൊടുക്കില്ല. ഇതുവരെ പുറത്തെടുത്ത് വെച്ചില്ല. ഞാൻ എൻ്റെ അലമാരേൻ്റെ ഉള്ളിൽ എൻ്റെ ആഭരണങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ കൂടെ ഞാൻ വെച്ചത് പ്രഷ്യസ് സാധനമായിട്ട് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? എന്തൊരു സുന്ദരിയല്ലേ? യൂസ് ചെയ്തിട്ടേ ഇല്ല. കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. ആർക്കും കൊടുക്കില്ല, ഇഷ്ടമല്ല. പിന്നെ അതേമാതിരി നൊസ്റ്റാൾജിയ പറഞ്ഞ് ഞാൻ എന്തോ പറഞ്ഞിട്ട് ഞാൻ എവിടെയോ അവസാനിപ്പിക്കാൻ തോന്നരുത്. കാരണം എന്താ പറയുക, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഓരോന്നിങ്ങനെ ഓർമ്മ വരുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങോട്ട് പറയാം. പിന്നെ എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിക്കുന്ന കാര്യം ഞാൻ നോട്ടീസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായിരുന്നു എൻ്റെ കണ്ടൻ്റ്. എങ്കിലും പറഞ്ഞ് എനിക്ക് പ്ലാവിലേൻ്റെ സ്പൂണ് കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയാലോ. മാത്രവുമല്ല, എനിക്കിങ്ങനെ എടുത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ലേ പെട്ടെന്നാണ് ഞാൻ ഈ പ്ലാവിലേൻ്റെ കൂടെ ഇങ്ങനെ ഒരു പേഴ്സ് കണ്ടു. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഇതിലെന്താണ് കൂട്ടരെ? ഞാൻ കാണിച്ചത് ഇതിലെന്താണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരി വരുമോ അറിയില്ല. വെലോസിറ്റ് പറഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനം. എൻ്റെ മൂത്ത മോൻ്റെ പ്രഗ്നൻസി ടെസ്റ്റാണിത്. അവനിപ്പോൾ 14 വയസ്സായി. ഞാനത് സൂക്ഷിച്ച് വെച്ച്. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് എന്നോടെങ്ങാനും ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഞാനിത് കാണിച്ചു കൊടുക്കും. കണ്ടോ പിന്നെ പ്രഗ്നൻസി? കണ്ടോ പ്രഗ്നൻസീൻ്റെ 2 ലൈൻ. ഓ മൈ ഗാഡ്, എവിടെയത് ഇങ്ങനെ കാണുക? യെസ്, ആദീനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തതായിരുന്നു ഇത്. അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് എങ്ങാനും തർക്കുത്തരം പറഞ്ഞു വന്നാൽ ഞാൻ അത് കൊണ്ടേ കാണിച്ചു കൊടുക്കും. അന്ന് സൂക്ഷിച്ച് വെച്ചതാണ് ഞാൻ. ഇത് മൂത്ത ആളത്. ഇത് രണ്ടാമത്തവൻ്റെ ധ്യാന് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ എന്താ കാണത്ത്? ഈ ശുദ്ധം തങ്ങൾക്ക് കാണുന്നില്ലല്ലോ ഭഗവാനെ. യെസ്, കണ്ടോ 2 വര? അതന്നെ. അപ്പം ഇത് രണ്ടും ഞാൻ എൻ്റെ മുന്നിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ കുട്ടികളെ ഡ്രസ്സ് അവർ ഫസ്റ്റ് അവരെ ഡെലിവറി ഞാൻ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ഇടിച്ച ഡ്രസ്സ്, 2 പേരെയും ഡ്രസ്സുണ്ട്. അവർക്ക് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സോക്സ് ഉണ്ട് 2 പേർക്കും. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്. പ്രാന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും എനിക്ക് കളയാൻ തോന്നുന്നില്ല. അതേമാതിരി ആദ്യം മിംസിൽ ധ്യാന ക്രാഡിലല്ലേ നമ്മളെ, അവിടെയായിരുന്നു ഞാൻ ഡെലിവറി. അധ്യായൻ നാട്ടോ 2ാമത്തെ ആളെ പേര്. അപ്പോൾ അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ ശരിക്കും കുട്ടീൻ്റെ മുഖമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഞാൻ വേറൊരു വീഡിയോ എനിക്ക് തിരയാൻ വയ്യ, എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൈ, കാല്, മുഖം. ആ ക്രാഡിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവും ആ സ്കാനിങ്. എന്തോ സ്കാനിങ് റിപ്പോർട്ട് പൊതുവെ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ട് കുട്ടീനെ നമുക്ക് മുഖം, മൂക്ക് ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഒരു കളറുള്ള. അത് ധ്യാൻ്റെ. അപ്പോൾ അതും ഞാൻ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് പ്രസവിച്ച് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം ഇതും എന്താ പറയുക, നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന കിറ്റും എൻ്റെ കയ്യിലുണ്ട്, ചെക്കന്മാരത്. അപ്പോൾ ഞാനതല്ല പറഞ്ഞു വന്നത്. ഞാൻ പറയാൻ വന്നത് നോട്ടീസിൻ്റെ കഥകളാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനിതില്ലേ ഇപ്പം സെൽഫി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക അക്ഷരങ്ങളൊന്നും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പിക്ചർ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ച് തരുന്നതായിരിക്കും. ഇത് നോക്കൂ,
പണ്ടത്തെ നോട്ടീസാണ്. അറബി കന്നഡ പോലെ ഉണ്ട്. ഞാൻ വായിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില്ലേ പ്രയാഗ ആർട്സ്, പ്രയാഗ എന്നാണ് തോന്നുന്നു ആ ക്ലബിൻ്റെ പേര്, എനിക്ക് തോന്നുന്നു 10ാം വാർഷികമായിട്ട് 1978 നോട്ടീസാട്ടോ അത്. ഞാനത് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏപ്രിൽ 8 ശനിയാഴ്ച 7 മണിക്ക് മണക്കടവ് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയോ? പന്തിരങ്കാവ് മണക്കടവിലാണ് ജ്വലനം പറഞ്ഞിട്ടുള്ള ഒരു നാടകം. അതായത് സംവിധാനം KCB നായർ, പറയുന്നത് എൻ്റെ അമ്മച്ചൻ്റെ പേരാണ് കേട്ടോ. KC ബാലകൃഷ്ണൻ നായർ എന്നാണ് പേര്. അമ്മച്ചനാണ് അത് സംവിധാനം ചെയ്തത്. അപ്പം അതിൽ ആർട്ടിസ്റ്റുകളെ പേര് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നൃത്യങ്ങൾ, മോണോ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രസം തോന്നുന്ന ഒരു എന്താ പറയുക നോട്ടീസ്, നമുക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ പിന്നിലാണെങ്കിലോ ഇതുണ്ട്, എന്താ പറയുക, പരസ്യം കൊടുക്കുമല്ലോ, എന്തായാലും പറയാം. എന്തായാലും പറയാം, എന്തൊന്നും പറയില്ലേ നമ്മൾ, അതിനെന്താ പറയുക, എന്തായാലും എനിക്ക് പറയാനറിയില്ല. അതിൻ്റെ ശാന്ത ടൈലേഴ്സ്, ശ്രീകൃഷ്ണ ഫർണിച്ചർ വർക്ക്, ഹോട്ടൽ പ്ലസൻറ്റ്, എന്തൊക്കെയോ രസമുള്ള ജലാലുദ്ദീൻ സ്റ്റോഴ്സിൻ്റെ ഒക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടീസിൽ. അങ്ങനത്തെ കുറേ നോട്ടീസുകളുണ്ട് അമ്മച്ചൻ്റെ. അമ്മച്ചൻ ആണ്, പക്ഷേ ഞങ്ങൾ വല്യച്ഛൻ എന്ന് വിളിക്കുന്ന ചേട്ടൻ. ചില്ലുമേട കണ്ടോ, ചില്ലുമേട പറഞ്ഞിട്ടുള്ളൊരു നാടകം, KCB നായരാണ് അതും. ഗാനമേള അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എന്താ പറയുക, ആൾക്കാരെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. കുറേ നോട്ടീസുകളുണ്ട്, അത് കാണണം നിങ്ങൾക്ക്. 3ാം വാർഷികം ഇതൊക്കെ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ. 1977. ഇപ്പം ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നെയാണ്. സുന്ദരി, ഞാൻ 1983 ജനിച്ചത് മാർച്ചിൽ. ഇതൊക്കെ 71. അവിടെയും ഈ പറഞ്ഞ മാതിരി നാടകത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറേ നോട്ടീസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെന്താ അറിയോ, പിന്നെ ഒരു പേപ്പർ എനിക്ക് അമ്മമ്മ തന്നതിൽ ഇതിൽ രംഗം 4 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഇതൊക്കെ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്. പറയുന്നതും രംഗം 4 എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വല്യച്ഛൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അല്ലേ വേറൊരു സാധനം കാണണോ കൂട്ടരെ നിങ്ങൾക്ക്? ഇതൊക്കെ പണ്ടത്തെ ലോട്ടറി ടിക്കറ്റ്. ഇത് ലോട്ടറി ടിക്കറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കന്നഡ ഭാഷ മാതിരി തോന്നും, മലയാളം. ഈ സെൽഫി ആയതുകൊണ്ട് തല തിരിച്ച് കാണുന്നുണ്ട്. ഇതും 1971 സോറി 1981 സോറി 81 ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ട് 5 ലക്ഷം രൂപയുടെ. നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന്. പിന്നെ അരുളപ്പാട് ദേവീക്ഷേത്രം, അമ്മച്ചൻ്റെ തറവാട് ക്ഷേത്രം, അങ്ങനെ എന്തോ ആണ്. അരുളപ്പാട് ദേവീക്ഷേത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു ബുക്കുണ്ട്. അതിൻ്റെ നിയമാവലികളൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ ഒരു ബുക്ക്, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊക്കെ ചിലപ്പം ആ ഭാഗത്തൊക്കെ പരിചയമുള്ള ആൾക്കാരുടെ പേരൊക്കെ അതിലുണ്ടാവും കേട്ടോ. ചേവരമ്പലം പറഞ്ഞ സ്ഥലത്താണ് ആ അമ്പലം. അവിടുത്തെ അത് അമ്മച്ചൻ്റെ എന്തോ തറവാട് അങ്ങനെ എന്തോ ആണ്. പിന്നെ വെളുത്ത കത്രീന പറഞ്ഞൊരു സിനിമയത്തെ ഫുൾ പാട്ട് ഒരു ബുക്ക്, വെളുത്ത കത്രീന പറഞ്ഞ. അയ്യോ എനിക്ക് രസം. എന്തോ തിരശീലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കൂട്ടരെ ഇതിൽ. പഴയതാട്ടോ, ഇതൊക്കെ വളരെ പഴയത്. ഞാനിങ്ങനെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ചിത്രങ്ങളൊക്കെ. മാത്രവുമല്ല പിന്നെ അതേമാതിരി വല്യച്ഛൻ്റെ നാടകത്തിലേക്ക് വേണ്ടിയിട്ട് വല്യച്ഛൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മീൻസ് ഇങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റ് ശരിക്കും ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. ഇതൊന്ന് നല്ല രസമുള്ള, എന്താ പറയുക, രസമുള്ള മീൻസ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും മലയാളം അറിയിട്ടല്ല. അന്നത്തെ ആ ഒരു ലിപി ഉണ്ടല്ലോ, മലയാള ലിപി, വല്യച്ഛൻ്റെ വേറെ തന്നെ ഒരു സ്റ്റൈലിലാണ് എഴുതിയത്. ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു ഫുൾ പാട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ഫുൾ പാട്ട്. എനിക്കിത് കണ്ടിട്ട് രസം അതുണ്ട്. നാടകത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് കണ്ടോ കൂട്ടരെ, ഇത് നോക്കൂ, ഒരു നടി. ഇത് വല്യച്ഛൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ്, നടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയിരിക്കും അല്ലേ? ആണ്, അമ്മമ്മ എടുത്ത് തന്നതാണ്. അപ്പോൾ നടി തന്നെ ആയിരിക്കും. അന്നത്തെ നാടകത്തിലെ ആവശ്യം വേണ്ടിയിട്ട് നായികമാരെ ഫോട്ടോസൊക്കെ ചോദിക്കും അത്ര. അങ്ങനെ കിട്ടിയ ഒരു നായികയുടെ ഫോട്ടോ ആണ് ഇത്. ആരെങ്കിലും കുടുംബക്കാരാണോ എന്നൊന്ന് നോക്കി നോക്കൂ കൂട്ടരെ. ഇതൊക്കെ ഒരു സുന്ദരി ചേച്ചി, നല്ല ഭംഗിയുള്ളൊരു കമ്മലിട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു മാല ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടാ ഒരു ചേച്ചീനെ? ഇത് അന്നത്തെ നാടക നടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഫോട്ടോ ആണ്. എന്തായാലും ഇത് ആരെങ്കിലും അമ്മമ്മയോ അച്ചമ്മയോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ആരായാലും ഇതാണ്. നിങ്ങൾ ആരെയും കുടുംബക്കാരാണോ എന്നൊന്ന് നോക്കൂ. എൻ്റെ വല്യച്ഛൻ്റെ എന്താ പറയുക, നാടകത്തിൻ്റെ സ്ക്രിപ്റ്റെന്നും നോട്ടീസിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നത് അത് അന്നത്തെ കാലത്ത് നടികളെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതാണ് അത്ര. നമ്മളത് വിശ്വസിക്കുന്നു. പണ്ടത്തെ കാലമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ സഹിതം ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. ഇത് കണ്ടോ കൂട്ടരെ, ഷോതല്ല എന്താ ഞാൻ പറഞ്ഞ ഇത് കണ്ടോ, പ്രയാഗ ആർട്സ് 10ാം വാർഷികം 1978 കണ്ടോ. മണക്കടവ് പറയുന്നത് പന്തിരങ്കാവ് ഭാഗത്താണ്. അതിൻ്റെ അപ്പുറത്താണ് 7 മണിക്ക് പ്രയാഗ ആർട്സിൻ്റെ ജ്വലനം പറഞ്ഞിട്ടുള്ള നാടകം.
എൻ്റെ അമ്മച്ചൻ്റെ പേരാണ് KCB നായർ സംവിധാനം. പിന്നെ അതിൽ ഇതാ ഈ ആൾക്കാരൊക്കെയാണ് അതിൽ അഭിനയിച്ചത്. നിങ്ങളാരെയും കുടുംബക്കാരുണ്ടോ നോക്കി നോക്കൂ കൂട്ടരെ. പിന്നെ അതേമാതിരി ഇതിൽ നൃത്യങ്ങളുണ്ട്, മോണോ ആക്ട് ഉണ്ട്, മറ്റു കലാപരിപാടികളുണ്ട്. ഇതാ നാട്ടുകാരുടെ പരിപാടിയുടെ വിജയത്തിന് നാട്ടുകാരുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ പാവം തോന്നിയിട്ട് പ്രവേശനം സൗജന്യം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ നോക്ക്, എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും സമീപിക്കുക. യൂണിയൻ മെഡിക്കൽസ് പന്തിരങ്ക മാങ്കാവ് ബസ് സ്റ്റോപ്പിൽ കേട്ടോ. ആർക്കും ഓർമ്മയുണ്ടോ? 40കളിൽ ഏറ്റവും നല്ലത് വീട്ടമ്മമാർക്ക് ശുപാർശ ചെയ്യുന്നത് ഇത് കണ്ടോ, വിലക്കുറവ് കേന്ദ്രം, ജലാലുദ്ദീൻ സ്റ്റോർ. അഡ്വർടൈസ്മെൻ്റ് കണ്ടോ നിങ്ങളെ വീട്ടിന് അലങ്കാരം ഫർണിച്ചറുകൾ, ആധുനിക രീതിയിലുള്ള ഫർണിച്ചറുകൾക്കും മേത്തരം സിൽക്ക് കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ബെഡുകൾ. ഓ അങ്ങനെ. ഇത് കണ്ട പ്രോപ്പറായിട്ട് ദിവാകരൻ കേനാർക്കെ അറിയോ കൂട്ടരെ? ഭക്ഷണങ്ങൾ ഹോട്ടൽ പ്ലസൻറ്റ്. അതിൽ പ്രൊപ്പറൈറ്ററെ പേരൊക്കെ കൊടുക്കണുണ്ടോ? പണ്ടത്തെ നോട്ടീസാണ് കേട്ടോ. എന്ത് രസമല്ലേ, വല്ലാത്തൊരു ഫീലല്ലേ കുട്ടികൾക്കൊക്കെ കാണുമ്പം. അന്നത്തെ കാലത്ത് ഞാനില്ലേ രാജോടിൻ്റെ ടീഷർട്ടിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് കണ്ടപ്പം ഞാൻ അതിൻ്റെ മേലെ വെച്ചതാണ്. അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതുണ്ട് വലിയ നോട്ടീസ്. പ്രഭാത് ആർട്സ് ക്ലബിൻ്റെ ഇതും ചില്ലുമേട പറഞ്ഞതും അച്ചച്ചനാണ് അതിൻ്റെ സംവിധാനം. KCB നായർ അമ്മച്ചൻ. സോറി. അയ്യോ സംഭാവന കണ്ടോ, 10K 5K. എന്താന്നായിരുന്നു കാ പറയുന്നത്? എന്താ 1975 പന്തിരങ്കാവിലാണ്. രാത്രി 8 മണിക്കാണ്. എല്ലാവരും വരുമോ? ഇതാ മേക്കപ്പിൻ്റെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് ഇതിൽ. സുന്ദരം കല്ലായി ഗാനരചന. നടീനടന്മാരുടെ പേരൊക്കെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ ഇതിൽ? നിങ്ങളെ അമ്മമ്മ, അമ്മച്ചൻ, അച്ചച്ചൻ ആരെങ്കിലും? എന്ത് രസമല്ലേ, ഇതൊക്കെ ഒരു വല്ലാത്ത ഫീലല്ലേ കൂട്ടുകാരെ. ഇതാ ഇതിനതിൻ്റെ ക്യാപ്ഷൻ, നിൻ്റെ ഉദ്യോഗത്തിൻ്റെ പവർ ഞാനൊന്ന് ഫോണിൽ കൂടി സംസാരിച്ചാൽ നിൽക്കുന്നതാണ് എന്നൊക്കെയുള്ള ഡയലോഗ്. അതായത് ആ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമകളിലൊക്കെ കണ്ടില്ലേ, ഷോർട്ട് വീഡിയോസ് പോലെ വരില്ലേ, നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അതിനെന്താ പറയുക, ഇതില്ലേ, എന്താ അതിന് പറയുക കൂട്ടുകാരെ, എനിക്ക് കിട്ടണില്ലല്ലോ വേർഡ്സ് ഒന്നും. അപ്പോൾ അതന്നെ അതിൻ്റെ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പാവം ഓരിങ്ങനെ ഡയലോഗുകൾ നോട്ടീസിൽ കൊടുക്കുക. ഇരിങ്ങല്ലൂർ ഫ്രണ്ട്സ് കല്യാണ പരിപാടി, ടീ പാർട്ടി, ഇതൊക്കെയാണ് പണ്ടത്തെ. കട്ട് പീസ് സെൻറ്ററൊക്കെ അറിയില്ല നിങ്ങൾക്ക്? ഇപ്പോഴും ഉണ്ട് കട്ട് പീസ് സെൻറ്റർ കേട്ടോ. അതല്ലേ നമ്മൾ SM സ്ട്രീറ്റിലുള്ളതല്ലേ, ശ്രീകൃഷ്ണ മെഡിക്കൽസ്. ഇതിപ്പോൾ ഒളവണ്ണയിലാണ് കട്ട് പീസ് സെൻറ്റർ. അതുതന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒക്കെ ഉണ്ട്. മഹാറാണി തീപ്പെട്ടികൾ. അയ്യടാ, തീപ്പെട്ടീൻ്റെയൊക്കെ പരസ്യം അന്നതൊക്കെയായിരുന്നു കേട്ടോ വലിയ കാര്യം. ഒക്കെയല്ല ചില്ലുമേടയത്തെ ഡയലോഗുകൾ കൊടുത്തതാ. പിന്നെതാ വേറൊരു നോട്ടീസേ, 3ാം വാർഷികം 1977. ഇതിൻ്റെ പേര് പടച്ചോൻ്റെ കത്തി. അത് അച്ചച്ചനല്ല, ഭൂമിയിലെ മാലാഖയാണ് എൻ്റെ അമ്മച്ചൻ KCB നായർ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനൊരു പേര്? അതായത് ഈ പന്തിരങ്കാവ്, ഒളവണ്ണ ആ ഭാഗത്തുള്ള ആൾക്കാരും കേട്ടിട്ടുണ്ടോ? ഭയങ്കര കേമൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു, നാടകകൃത്തായിരുന്നു, നാടകം അഭിനയിക്കുമായിരുന്നു, സിനിമയിലേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അന്ന് സിനിമയിൽ അവർ പറഞ്ഞിരുന്നത് വല്യച്ഛൻ പോവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വല്യച്ഛന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ നിന്ന് ചാൻസ് കിട്ടിയില്ല എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമാണോ എനിക്കറിയില്ല. അമ്മമ്മ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വല്യച്ഛനൊക്കെ ചിലപ്പം ഇപ്പോഴും നല്ല കുറച്ച് കാലം മുന്നേയും നല്ല ഞാനൊക്കെ വലുതാകുമ്പോൾ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചിലപ്പം അങ്ങനത്തേനൊക്കെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. സിനിമ അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും എനിക്ക് തോന്നുക. 71 തിളയ്ക്കുന്ന കടൽ, അതും KC ബാലകൃഷ്ണൻ നായർതാണ് കേട്ടോ. ഇതാ സംവിധാനം. കുന്നത്ത് പാലം അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. കുന്നത്ത് പാലമൊക്കെ കോഴിക്കോടുള്ള ആൾക്കാർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് അന്നത്തെ. പിന്നണിയിൽ ബേബി ഉണ്ട്, ശേഖരേട്ടുണ്ട്, ബാലേട്ടുണ്ട്. ആർക്കെയും പരിചയമുണ്ടോ കൂട്ടരെ? ഇതിൻ്റെ ബാക്കിൽ, നോട്ടീസിൻ്റെ ബാക്കിലില്ല. അപ്പോൾ അതൊക്കെ ഓരോന്നെ സ്വന്തം പൈസ ചിലവാക്കിയിട്ടേക്കും. മറ്റേ നോട്ടീസിൻ്റെ ബാക്കിലുള്ള പരസ്യമൊക്കെ അവർ കൊടുക്കുന്ന സംഭാവനകളായിരിക്കില്ലേ. ഇത് കണ്ടോ, രംഗം 4 പറഞ്ഞിട്ട് ഒരു ചെറിയൊരു രാമൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ വല്യച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് അടുത്തത് എന്താ പറയുക, ലോട്ടറി. ഇത് 1981 31/3 മാർച്ചിൽ 5 ലക്ഷം രൂപയുടെ ഒരു ലോട്ടറി ടിക്കറ്റ്. പിന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് അരുളപ്പാട് ദേവീക്ഷേത്രത്തിൻ്റെ പഴയ ഒരു ബുക്ക്. അതിലുള്ള ഭാരവാഹികളും ആരൊക്കെയുള്ളൊരു ബുക്ക് ഒക്കെ പഴയത്. അതൊക്കെ എടുത്ത് വെക്കുക എന്ന് പറയുന്നത്. പിന്നെ കത്രീന എന്ന് പറഞ്ഞ സിനിമയിലെ സിനിമാ പാട്ട്, കത്രീനയിലെ മാത്രം പാട്ടൊക്കെ. പണ്ടൊരു പാട്ട് ബുക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് പാട്ട് ബുക്കുണ്ട്, പക്ഷേ അത് എല്ലാ സിനിമയിലും മിക്സ് ചെയ്തിട്ടുള്ള പാട്ട് ബുക്കാണ് ഉണ്ടാവാറല്ലേ. ഇത് മാത്രം
ഇതാ ഞാൻ പറഞ്ഞ കവിതയല്ലേ ഇത്? അതെ, ഒരു പാട്ട് എഴുതി, എനിക്ക് തോന്നുന്നു നാടകത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. പക്ഷെ ഇതുവരെ ആ ഒരു അമ്മച്ചിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് മനസ്സിലാവണേ ഇല്ല. ആ ഒരു ലിപി സ്റ്റൈൽ, എഴുത്തിൻ്റെ സ്റ്റൈൽ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇതാണ് ആ കവിത, ഇതാണ് ആ ചേച്ചി. കഴിഞ്ഞു. എനിക്ക് നൊസ്റ്റാൾജിയ വന്നാൽ അപ്പം നെഞ്ഞത്ത് കനം വരും. എന്തൊരു രസമുള്ള കാലമായിരുന്നു കൂട്ടരെ. അപ്പം ഞങ്ങൾ ഇന്നലെ, എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്നറിയോ, ഞാനത് മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരും നൊസ്റ്റാൾജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, സുന്ദരിമാർ. ഞങ്ങൾ തന്നെ സ്വന്തം പേരിട്ട പേരാണ് സുന്ദരിമാർ. ഞാൻ, അബി, സിത്തു, സോഷ്മി, ജിച്ചേച്ചി, സൗമ്യ, ഞങ്ങൾ 6 പേരടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇന്നലെ കൂടി ഞങ്ങൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടേ ഉള്ളൂ. പണ്ടത്തെ കല്യാണ വീടിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അതായത് ഓരോരുത്തർ, എനിക്ക് പെട്ടെന്നൊരു ഇങ്ങനത്തെ ഒരു ഫീൽ വരും, ഒരു ഭ്രാന്ത് പോലെ. അപ്പം ഞാൻ ഇവർക്ക് വോയിസ് അയക്കുക. എന്ത് രസം, ഒരു ഷോർട്ട് വീഡിയോസിൽ വരുമല്ലോ, 91 കല്യാണം, മറ്റേ കല്യാണം, മറിച്ചേ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ കല്യാണ വീടിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോണ്ടല്ലോ നൊസ്റ്റടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചാവും. അപ്പം ഞാൻ പന്തിരങ്കാവിലേക്ക് പറന്ന് പോകും. പന്തിരങ്കാവിൽ പണ്ട് ശ്രീല ചേച്ചിൻ്റെയും ശ്രീപമാമൻ്റെയൊക്കെ, എൻ്റെ അമ്മേൻ്റെ അനിയൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ ആ ഒരു കാലം കിട്ടും ഓർമ്മ വരും. ഇതൊരു രസമുള്ള കാലമായിരുന്നു അന്നൊക്കെ. ഞങ്ങൾ എന്താ പറയുക, ഒരു കുട്ടികളല്ലേ. പിന്നെ അതേമാതിരി എൻ്റെ ഓർമ്മയിലുള്ള കല്യാണപ്പന്തലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എല്ലാ വീട്ടിൽ നിന്നും സാരികൾ കൊണ്ടുവരും. സാരികൾ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു കല്യാണ വീടൊക്കെ ഉണ്ട് പണ്ട്. അത് ഓർമ്മ ഉണ്ടോ അറിയില്ല, ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മളെ ഇതില്ലേ, എന്താണ്, കൈതച്ചക്കേൻ്റെ, ചേച്ചി വീണു ആണ്, ഈ കൈതച്ചക്കേൻ്റെ ആ ഒരു ഓലല്ലേ, അതൊക്കെ വെച്ചിട്ട് പന്തലൊരുക്കും. പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ ചെക്കൻ്റെ മാലയിൽ കണ്ടില്ലേ വലിയൊരു സീക്വൻസ് വെച്ചിട്ട്, വലിയൊരു സീക്വൻസിൻ്റെ അങ്ങനെ ഗോപി മാറ്റ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് കല്യാണപ്പെണ്ണിൻ്റെ പൂമാലയിൽ അങ്ങനത്തെ സാധനങ്ങൾ, പെണ്ണിൻ്റെ ചെക്കൻ്റെയും മാലയിലൊക്കെ കണ്ടില്ലേ. അതൊക്കെ ഒരു വല്ലാത്തൊരു, നമുക്ക് ഒരിക്കലും അതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചിരിക്കുക ദുഃഖം വരിക. പിന്നെ അത് നമ്മൾ, പിന്നെ അതേമാതിരി കുഞ്ഞി പാക്കറ്റിൽ മിക്സ്ചർ, ഇങ്ങനെ തിരിക്കുന്ന കേക്ക് ഒക്കെ ഉണ്ടാവില്ലേ. പണ്ട് ഒരു പാർട്ടിയൊക്കെ വെക്കില്ലേ തലേന്ന്, വലിയ ഉറക്ക പാട്ട് വെക്കും. പാട്ട് കേട്ടിട്ടാണ് കല്യാണ വീട്ടിലേക്കൊക്കെ അന്നത്തെ ആൾക്കാർ പോവുക, കണ്ടുപിടിക്കുക വീടൊക്കെ. ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ, അന്ന് പാട്ട് വെച്ചിട്ട് പോവുക. പിന്നെ അതേപോലെ തന്നെ വേറെന്തോ ഒരു സംഭവം ഞാൻ പറയാൻ വന്നത്, അതേമാതിരി പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെക്കന്മാരൊക്കെ കൂടെ വന്ന് ഡാൻസൊക്കെ കളിക്കും. അന്ന് എനിക്ക് രസം തോന്നിയിട്ട് വയ്യ. പിന്നെ വീടുകളിലായിരിക്കും അധികം കല്യാണം. ഇപ്പോൾ കല്യാണം ഹാളിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അന്ന് ബസ്സൊക്കെ ഉണ്ടോ, അന്നത്തെ പണ്ടത്തെ ഇപ്പോഴത്തെ പച്ച ബസ്സില്ലേ, അതല്ലാതെ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും അന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ, അമ്മേൻ്റെ വീട്ടിൽ അങ്ങനത്തെ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ ഈ പച്ച ബസ്സാണ് കണ്ടെന്നിട്ട് കുട്ടികളൊക്കെ പാഞ്ഞ് കയറിയിട്ട് മുന്നിൽ തന്നെ, ഗ്ലാസിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. കുറേ മുല്ലപ്പൂ തലകൾ മാത്രം ബസ് നിറച്ചും. ഒരു രസമുള്ള കാലമായിരുന്നു. എനിക്ക് കൊത്തിയായിട്ട് വയ്യ, അതൊന്നും ഒരിക്കലും നടക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അന്ന് ആ ബൈപ്പാസ്, ഇപ്പം പന്തീരങ്കാവ് ബൈപ്പാസ് വരുന്ന സ്ഥലമൊക്കെ പാടായിരുന്നു. അപ്പോൾ പാടത്തിൻ്റെ വരമ്പത്തിലൂടെ ഇങ്ങനെ പോവുക വേണ്ടേ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. പാടവരമ്പത്തിൽ കൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്ന, കല്യാണപ്പെണ്ണും കല്യാണച്ചക്കനൊക്കെ. ഇതൊരു രസമുള്ള കാലം. അങ്ങനത്തെ ഒരു രസം ഉണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടിക്ക് ഇല്ല. ഞാൻ പറയും 80-ലും 80-സിലും 90-സിലും ജനിച്ച ആൾക്കാരുടെ ആ ഒരു കാലത്തിൻ്റെ ആ ഒരു ഭംഗി ഒരു കാലത്തിനും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തിന് ഇനി ഉണ്ടാവില്ല. അത്രയ്ക്കും നല്ല കാലമായിരുന്നു 80-സും 90-സും. ആരും വാദിക്കാൻ വരണ്ട, അത് തന്നെയാണ് നല്ല കാലം. പറയാണ്ടിരിക്കാൻ വയ്യ, ഞാൻ സമ്മതിച്ചിരില്ല. അത്ര നല്ല കാലമായിരുന്നു, നല്ലൊരു രസമുള്ള കാലം. ഒരുപാട് കുട്ടികളും നമ്മളെ തൊട്ട് മുന്നത്തെ ജനറേഷൻ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, ലൈറ്റൊന്നും ഇല്ലാത്തൊരു കാലമായിരിക്കാം അധികം. പക്ഷെ നമ്മളെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ് ഉണ്ട്, ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അതായത് കുറച്ചും കൂടെ വലുതാവുമ്പോൾ കേട്ടോ. ചെറിയ കുട്ടികളാകുമ്പോൾ ഒന്നും ഞാൻ ഫ്രിഡ്ജ് കണ്ടിട്ടില്ല. കുറച്ചും കൂടെ വലിയ വിവരം വെക്കുമ്പോഴത്തേക്കൊക്കെ ഫ്രിഡ്ജും ഉണ്ട്. എന്നാൽ അങ്ങനെ ജങ്ക് ഫുഡോ ഐസ്ക്രീം അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക അറിയോ, പാലിൽ നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ഈർക്കലില്ലേ, പച്ച ഈർക്കൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ആ പാലിൻ്റെ നമ്മൾ ആ ട്രേ അല്ലേ, ഐസ് ട്രേ, അതിലിങ്ങനെ കുത്തി വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കോലൈസ്. അതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെയൊക്കെ ഫീൽ ഉണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ എന്നിട്ട് ആദിക്കും ധ്യാനും എല്ലാം പറഞ്ഞു കൊടുക്കും. ഇങ്ങനത്തെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ കഥകളും ഇപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സുഖം വിചാരിക്കുമ്പോഴത്തേക്ക് സാധനങ്ങൾ കിട്ടുന്നതും. ഞാൻ പിന്നെ സ്കെച്ച് പെന്നൊന്നും, എനിക്കൊക്കെ സ്കെച്ച് പെന്നൊക്കെ ഭയങ്കര വലിയൊരു സംഭവമാണ്. നമുക്ക് കിട്ടുന്നത് ക്രയോൺസ്. അന്ന് ക്രയോൺസും നല്ല കേട്ടോ പറയും, മെഴുക് എന്നാണ് പറയാം, മെഴുക് പെൻസിലെന്ന് അതാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. അതൊക്കെ കാണുമ്പോൾ അതാണ് കൊണ്ടുതരിക. അപ്പം വേറെയൊക്കെ ഇനി ഗൾഫിലുള്ള കുട്ടികളൊക്കെ, ഉപ്പമാരുള്ള കുട്ടികളൊക്കെ ഉണ്ട്, കുറച്ച് മുസ്ലിം കുട്ടികളൊക്കെ കുറച്ച് അധികം ഗൾഫിലുള്ള ഉപ്പമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവരിങ്ങനെ സ്കെച്ച് പെന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളിങ്ങനെ ആർത്തിയോട് കൂടി ഞാൻ നോക്കിയിട്ടുണ്ട്, ഒന്ന് തൊടാൻ വേണ്ടിയിട്ടൊക്കെ. അത് ഭംഗിയല്ലേ കാണാൻ, ആ ഒരു പേപ്പർ എന്താ പറയുക, പല കളേഴ്സ് പെന്നുകൾ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഫീലല്ലേ. ഇപ്പം എന്താണ് എത്രയാ അവിടെ തട്ടിത്തടഞ്ഞ് വീഴാൻ മാത്രം സ്കെച്ച് പെൻ. അപ്പം ഞാനൊക്കെ അതിനോട് പറയും, ഇതിനൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് ആദി. പിന്നെ അതേമാതിരി കടലാസ് പെൻസിൽ
നമ്മളെ നട്രാജിലെ ചോപ്പിൽ ഇങ്ങനെ കറുത്ത വരവരുള്ള പെൻസിൽ ഓർമ്മ ഉണ്ടോ? അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്തിയ ആ പെൻസിലായിരുന്നു എനിക്കൊക്കെ. ബാക്കിൽ റബ്ബറുള്ള പെൻസിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിരുന്നു. അതൊക്കെ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സാധനം. അതെനിക്ക് അതിൻ്റെ ആ ഒരു പെൻസിലിന് ഇപ്പോഴും ഓർമ്മയാണ്. വെള്ളയിൽ റോസ് പൂക്കൾ നിറച്ചുള്ള ഒരു പെൻസിൽ, അടിയിൽ ഒരു റോസ് റബ്ബറായിട്ടുള്ള. ഇത് രസമുള്ള കാലമായിരുന്നു എൻ്റെ കൂട്ടുകാരെ. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് ഇവരോടൊക്കെ പറയും അന്നത്തെ കാലത്ത്. അപ്പം എന്നോട് എന്നിട്ട് ആദ്യം ചോദിക്കും, അന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ്? അന്ന് ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചിട്ട് ജീവിച്ചൊരു കാലമായിരുന്നു. നിങ്ങളെ മാതിരിയൊന്നുമല്ല. അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കുട്ടികളായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ അന്ന് കുട്ടികളായിട്ടാണ് വളർന്നത്. വലിയ വർത്താനമൊന്നും അന്നത്തെ കുട്ടികൾ പറയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇമ്മാരത്തെ നാവാണ്. വർത്താനം കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വലിയ ഏതോ ഒരു കാരണവരോടൊക്കെ വർത്താനം പറയുന്ന ഫീലാണ്. ഇപ്പോഴത്തെ കുഞ്ഞു മക്കളൊക്കെ ടി വിയിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടില്ലേ? എന്താ ഡയലോഗ്സ്, വലിയ വലിയ ഡയലോഗുകളല്ലേ. അന്നത്തെ കുട്ടികളെ വായിന്ന് വരുന്നത് കുട്ടിത്തം നിറഞ്ഞ വാക്കുകളാണ്. ഒന്നും അറിയില്ല. നിഷ്കളങ്കർക്ക് കൂടെ ഇങ്ങനെ കുളത്തിലും പുഴയിലും കുന്നിലൊക്കെ പോയി കളിക്കുന്ന ഒരിത് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വലിയ വലിയ ഡയലോഗ്സ് വിത്ത് തെറികൾ എല്ലാം അറിയാം. എല്ലാം അറിയുന്ന ഒരു കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പം ഞാനതാ പറയുക അതിൻ്റെ അടുത്ത്, ഞങ്ങളെ കുട്ടിക്കാലം കുട്ടിത്തം നിറഞ്ഞ കുട്ടിക്കാലം, ഇങ്ങളത് ഇപ്പോൾ വലിയ എന്തോ ഒരു വാർദ്ധക്യം നിറഞ്ഞ കുട്ടിക്കാലം എന്നൊക്കെ ഞാൻ വന്ന് കളിയാക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് എന്നോട് പറയും ആദ്യം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ പഴയ കാലം കേൾക്കാൻ. കാരണം ഇപ്പോഴത്തെ കുട്ടികളില്ല കളിക്കാൻ. അടുത്ത വീട്ടിലൊന്നും കുട്ടികളില്ല. ഞാനിങ്ങനെ ഇതൊക്കെ പറയുമ്പം അപ്പോൾ അമ്മേനൊക്കെ ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ വിടാനാണല്ലേ പ്രയാസം. ഞാൻ എന്നിട്ട് പറയാം അന്നത്തെ കാലം ഒരു പ്രശ്നം. ഒന്നാമത് ഒരുവിധം അറിയുന്ന ആൾക്കാരായിരിക്കും അടുത്തടുത്തൊക്കെ. വേണ്ടാത്ത ചിന്തകളില്ല. ഒന്നാമത് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ചിന്തകൾ ആർക്കും ഇല്ല. കുട്ടികളായിട്ടാണ് അന്നത്തെ ആൾക്കാരൊക്കെ കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ മൊബൈലുള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്കും നല്ലതുമാണ്, കുറേ നെഗറ്റീവ്സും ഉണ്ട്. അപ്പം വേണ്ടാത്ത കണ്ണുകളിലൂടെ കാണുന്നു ആൾക്കാർ. നമുക്ക് ഇയാൾ നല്ലതാണോ മറ്റേ ആൾ തെറ്റാണോ നമുക്ക് അറിയില്ല. എല്ലാവരും ഒരേ കണ്ണിലൂടെ നമ്മൾ കണ്ടുപോകും. ഇയാൾ മോശമായിരിക്കുമോ നല്ലതായിരിക്കുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. പണ്ട് അങ്ങനത്തെ ചിന്തകളില്ല. നമുക്ക് എപ്പോഴാ വേണമെങ്കിലും പോകാമെന്ന് ഞാൻ അതിനോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേമാതിരി സൈക്കിളിൽ ഞങ്ങൾക്ക് റോട്ടിൽ കൂടെ പോകാം. കാരണം ഇത്ര വാഹനങ്ങളില്ല, ഇത്രയ്ക്കും നിറച്ചും വണ്ടികളില്ല അന്നൊന്നും. വളരെ അപൂർവമായിട്ടുള്ള വണ്ടികൾ, മീൻസ് അത്രയൊന്നും ഇല്ല. റോഡൊക്കെ നല്ല കാലിയായിരിക്കും. പിന്നെ ഈ പറയുന്ന പോണ രണ്ട് സൈഡിലെയും പീടിക എന്നല്ലേ പറയുക നിങ്ങൾ? കടകൾ, പീടികകൾ. ഞങ്ങൾ പീടികയിൽ പോകാമെന്നാണ് പറയുക. അതൊക്കെ ഒരുവിധം അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പേടില്ല. എത്രയോ ഒരു കുറേ ദൂരമുള്ള വീട്ടുകാർക്കും അറിയും ഇന്ന വീട്ടിലത്തെ കുട്ടികളാണ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ പോലും അറിയാത്ത ഒരു കാലമാണ്. അതുകൊണ്ടാണ് പേടിയെന്ന് ഞാൻ പറയും അവരുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി പറന്ന പറവകളെപ്പോലെ കളിച്ച കുട്ടികളായിരുന്നു. കുട്ടികളെ ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വിടാൻ ശ്രമിക്കില്ല. നമ്മൾ പിടിച്ചു വെച്ചിട്ടാണ്. പേടിയാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞങ്ങൾ സ്വതന്ത്രരായ കുട്ടികളായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പം ഇതൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടൻ്റായി വന്നത്. നോട്ടീസ് കാണിക്കുന്നു, അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയുന്നു, ഞാൻ പോകുന്നു. ഇതായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ വന്നാലുണ്ടല്ലോ ഒരു 1.5 വരവായിരിക്കും. ഒരുപാട് കഥകൾ എനിക്കിങ്ങനെ ഉണ്ടാവും. എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ തലയിൽ. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാന്താവും. അപ്പം ഇതാണ് ഞാൻ ഈ എനിക്ക് നൊസ്റ്റാൾജിയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ചാനലിൽ ഫുൾ ഓഫ് നൊസ്റ്റാൾജികളായിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്കത് അങ്ങനെ ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലേക്ക് ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് എന്നിട്ട് പേടിയാണ്. വയസ്സായി അത്തും ബുദ്ധിയാവുമെന്ന് കേട്ടില്ല. അത്രയ്ക്കൊന്നും നമ്മൾ നിൽക്കൂല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയാം, പക്ഷേ അതിന് പ്രായമില്ല. ഇങ്ങനെ ഓർമ്മ പോണതിന് ഒരു പ്രായമൊന്നുമില്ല. ഇപ്പോൾ ചെറുപ്പക്കാർക്കും വരും. അപ്പം ഞാൻ എന്നിട്ട് അതിനോട് പറയും, ചിലപ്പോൾ അമ്മ ഫുൾ പണ്ടത്തെ കഥകളും പണ്ടത്തെ ഞങ്ങളെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട്, അതൊക്കെ ആയിരിക്കും കേട്ടോ. കക്ക് കളിക്കുക, അങ്ങനത്തെ കളികളൊക്കെ അല്ലേ, കൊത്തങ്കല്ല്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് വെറും ഒരു നോട്ടീസായിരുന്നു. പക്ഷേ ഞാൻ പോയി എവിടെയോ എത്തി. അപ്പോൾ ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ച് നിങ്ങളെ തല്ലി പൊട്ടിക്കും എന്നെ. അപ്പം ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ തെറി വിളിക്കരുത്, ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വിചാരിച്ചത് ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറന്ന് വരികയാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പം ഇന്നൊരു ഹൈപ്പറാണ് ഞാൻ. ബായ്, പോയിട്ട് വരാട്ടാ.